മാർക്കറ്റിംഗ് മിക്സ് എന്നൊരു ടേം ഇതിനോടകം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കോമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് അറിയാവുന്ന ഒരു വാക്കാണ് മാർക്കറ്റിംഗ് മിക്സ്. ആ മാർക്കറ്റിംഗ് മിക്സ് പരസ്യത്തിനുള്ള റോള് എന്താണ് എന്നുള്ളതാണ് നാം കാണുക. റോൾ ഓഫ് അഡ്വർടൈസിംഗ് ഇൻ കണക്ഷൻ വിത്ത് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുക. Marketing mix consists of 4 important variables of marketing. മാർക്കറ്റിംഗിന്റെ 4 പ്രധാനപ്പെട്ട വേരിയബിളുകളാണ് മാർക്കറ്റിംഗ് മിക്സിനകത്ത് ഉൾപ്പെട്ടിരിക്കുക. അത് അറിയപ്പെടുന്നത് 4 P's എന്നാണ്. 4 Pകൾ. അത് പ്രകാരമാണ്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. 4 കാര്യങ്ങളാണുള്ളത്. നമ്മൾ ട്രഡീഷണൽ 4 P's ഓഫ് മാർക്കറ്റിംഗ് വേരിയബിൾസ് എന്നാണ് അറിയപ്പെടുക. ഒപ്പം മറ്റു വേരിയബിളുകളെ കൂടി നമുക്ക് അഡ്വർടൈസ്മെന്റിനോട് ചേർത്ത് നിർത്താനുണ്ട്. ഒരു 2-3 P കൂടി നമുക്ക് പറയാൻ പറ്റും. പാക്കേജിംഗ്, പൊസിഷൻ, പേസ് എന്നുള്ളതാണ്. പാക്കേജിംഗ്, പൊസിഷൻ, പേസ്. PSE, പേസ് എന്നുള്ള കാര്യം വിശദീകരിച്ച് നമ്മൾ പറയും. അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റിംഗ് മിക്സിലെ അഡ്വർടൈസ്മെന്റിന്റെ, പരസ്യത്തിന്റെ ഇൻവോൾവ്മെന്റ്, റോള്, പങ്കാളിത്തം എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് പറയുക. അപ്പോ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ 4 വേരിയബിളുകളാണ്. 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് അറിയപ്പെടുക. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഇത് കൂടാതെ അഡ്വർടൈസ്മെന്റിലേക്ക് വരുന്ന സമയത്ത് പാക്കേജിംഗ്, പൊസിഷൻ, പേസ് എന്നുകൂടി നമ്മൾ പരിഗണിക്കുന്നു. അപ്പൊ നമുക്കറിയാം, അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊമോഷണൽ മെറ്റീരിയലാണ്. നമ്മുടെ കച്ചവടം കൂട്ടാൻ, സർവീസ് കൂടുതലായി വിറ്റഴിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആണ് അഡ്വർടൈസ്മെന്റ് അല്ലെ അഡ്വർടൈസിംഗ് പ്രോസസ് എന്ന് പറയുക. ഈവൻ ദോ ഇറ്റ് നോട്ട് ഓൺലി അസിസ്റ്റ് ഇൻ പ്രൊമോട്ടിംഗ് ദ പ്രൊഡക്റ്റ് ബട്ട് ഓൾസോ അഫക്ട് ദ അതർ വേരിയബിൾസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. അതായത് മാർക്കറ്റിംഗ് ഒരു പ്രൊഡക്ഷൻ പ്രൊമോഷൻ മാത്രമല്ല, പ്രൊഡക്റ്റ് പ്രൊമോഷൻ മാത്രമല്ല നടത്തുക, മറ്റു വേരിയബിളുകൾ, മാർക്കറ്റിംഗ് മിക്സിലെ മറ്റു വേരിയബിൾ, അതായത് ബേസിക്കലി പ്രൈസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ, പ്ലേസ്, 4 വേരിയബിളുകൾ അങ്ങ് ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഓരോ വേരിയബിളുകൾ നമുക്ക് എടുത്തു നോക്കാം. അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊഡക്റ്റ്. പരസ്യവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ? ഒരു ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം. അതിനൊരു നിശ്ചിത ഷേപ്പ് ഉണ്ടാവാം, നിശ്ചിത സൈസ് ഉണ്ടാവാം, നിശ്ചിത കളർ ഉണ്ടാവാം, അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സ് ഒക്കെ ഈ പറയുന്ന പ്രൊഡക്റ്റിനുണ്ടാവാം. അതായത് എ പ്രൊഡക്റ്റ് ഈസ് നോർമലി എ സെറ്റ് ഓഫ് ഫിസിക്കൽ എലമെന്റ്സ് സച്ച് ആസ് ക്വാളിറ്റി, ഷേപ്പ്, സൈസ്, കളർ ആൻഡ് അതർ ഫീച്ചേഴ്സ് ക്യാൻ ബി കണക്റ്റഡ് വിത്ത് എ പ്രൊഡക്റ്റ്. ഒരു പലതരത്തിലുണ്ട്. പ്രൊഡക്റ്റ് മേ ബി ഓഫ് വെരി ഹൈ ക്വാളിറ്റി ഉണ്ടാവാം അല്ലെ? അങ്ങനെ പലതരത്തിലേക്കാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെയർഫുൾ ഹാൻഡിലിംഗ് ഉണ്ടാവാം, ഓപ്പറേഷൻസ് ഉണ്ടാവാം. ഇതിനെക്കുറിച്ച് ബയേഴ്സിനെ, വാങ്ങുന്ന ആളുകളെ നമ്മൾ ഇൻഫോം ചെയ്യും, എഡ്യൂക്കേറ്റ് ചെയ്യും പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെ? യൂസർ മാനുവലൊക്കെ നമുക്ക് തരും. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, മൊബൈൽ വാങ്ങിയാൽ, വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിയാൽ അതിൻ്റെ കൂടെ യൂസർ മാനുവൽ, വണ്ടി വാങ്ങിയാലും ഉണ്ടാവും. ഏത് സാധനങ്ങൾ വാങ്ങിയാലും യൂസർ മാനുവൽ നമ്മൾ എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ നടത്തുന്നത്. അപ്പൊ ഈ പ്രോസസ് ഒക്കെ നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തും. ഇന്ന ഫീച്ചേഴ്സുള്ള വണ്ടിയാണ്, ഇന്ന ഫീച്ചർ, അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, ഈ കാര്യങ്ങളോട് നിങ്ങൾ ഇത് വാങ്ങണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്, അത് അവരെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി, പെർസ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. In connection with the product, one of the important P of the marketing variable, advertising plays the role of information and education. അതാണ് നമ്മൾ നടത്തുന്നത്. ഒന്നാമത്തേത് പ്രൊഡക്റ്റ് ആണ്, അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള രീതിയിലുണ്ട്, പല രൂപമുണ്ട്, പല ഭാവമുണ്ട്, പല വലിപ്പമുണ്ട്, പല നിറമുണ്ട്, പല ഗുണങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ നമ്മൾ സ്വാഭാവികമായും കൈകാര്യം ചെയ്യുന്നതിലേക്ക് അതിനെക്കുറിച്ച് അവബോധം വേണം, നമുക്ക് അറിവ് വേണം, ഇൻഫർമേഷൻ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഇൻഫർമേഷനും എഡ്യൂക്കേഷൻ പ്രോസസ്സും നടത്തുന്നത് പരസ്യത്തിലൂടെയാണ്. അങ്ങനെയാണ് പരസ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. രണ്ടാമത്തത് അഡ്വർടൈസിംഗ് ആൻഡ് പ്രൈസ്. വിലയും പരസ്യവും തമ്മിലുള്ള ബന്ധം. വില എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ്. ഒരു ഉൽപ്പന്നം കിട്ടാൻ വേണ്ടിയുള്ള അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ ആണ്. എ മാർക്കറ്റർ മേ ബ്രിങ് ഔട്ട് എ വെരി ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ആസ് കമ്പയർഡ് ടു കോമ്പറ്റീറ്റേഴ്സ് അല്ലെ?
അതിന്റെ സമാന അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്ന ആളുകളോട് വിപണിയിൽ മത്സരിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ അതിലേക്ക് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വില ഉയരും. അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ള പ്രൊഡക്റ്റിന് വില ഉയരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ബയേഴ്സ് മേ നോട്ട് ബി വില്ലിംഗ് ടു പേ ഹൈ പ്രൈസ്, വുഡ് ബി ഡെഫിനറ്റ്ലി ഹൈ, ഇല്ലേ? അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പരസ്യത്തിലേക്ക് കിടക്കും. അങ്ങനെ വരുന്ന സമയത്ത് പരസ്യത്തിലേക്ക് കിടക്കും. എന്തിനു വേണ്ടിയാണ്? ടു കൺവിൻസ് ദ ബയേഴ്സ് റിഗാർഡിംഗ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ദി ബ്രാൻഡ് ആൻഡ് ദസ് ഇറ്റ്സ് വാല്യൂ ഫോർ മണി. നമ്മൾ വില കൂട്ടി വാങ്ങുന്നുണ്ട്, പക്ഷേ അതിന് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, ഇന്ന നേട്ടങ്ങളുണ്ട്, ഇന്ന പ്രത്യേകതകളുണ്ട് കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റിനേക്കാൾ. എൻഹാൻസ് ദ കോമ്പറ്റൻസി എന്ന് നമ്മൾ കണ്ടിരുന്നു പരസ്യം, അല്ലേ? അപ്പം അങ്ങനെയുള്ള നേട്ടങ്ങൾ ഇതിലേക്ക് ബോധ്യപ്പെടുത്തി നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി പരസ്യം ഉപയോഗിക്കും. അതങ്ങനെ വിലയുമായിട്ട് ചേർന്നിട്ട് നിൽക്കും. അങ്ങനെ പല രീതിക്കുണ്ട്. ദീസ് പ്രോസസ് ക്യാൻ ബി ഡൺ ബൈ അസോസിയേറ്റിംഗ് ദ പ്രൊഡക്റ്റ് വിത്ത് പ്രസ്റ്റീജിയസ് പീപ്പിൾ, സിറ്റുവേഷൻസ് ഓർ ഇവന്റ്സ്. ഒരു പ്രോഗ്രാമിനോട് ചേർത്ത് ഒരാളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുക, ഇല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണ്. അതുപോലെ തന്നെ when a firm offers a low price product, the job of advertising needs to stress the price advantage by using hard hitting copy. നമ്മൾ വില കുറയ്ക്കുമ്പോഴും നമ്മൾ അതിന്റെ പ്രത്യേകത ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. വെറുതെ ചുമ്മാ കൺവിൻസ് ചെയ്യല്ല, നമ്മൾ അവരെ പെർസ്യൂഡ് ചെയ്യണം. ബയറിനെ, വാങ്ങുന്നയാളെ നമ്മുടെ ഭാഗത്തേക്ക് പെർസ്യൂഡ് ചെയ്യണം. അപ്പം കൺവിക്ഷൻ, അഡ്വർടൈസിങ് പ്രൈസുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ എന്ന പ്രോസസ്സാണ് നടത്തുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നടത്തുന്നത് കൺവിക്ഷൻ ആൻഡ് പെർസുവേഷൻ പ്രോസസ്സാണ് പ്രൈസുമായി ബന്ധപ്പെടുത്തി നടത്തുന്നത്. ഓക്കെ. മൂന്നാമത്തത് അഡ്വർടൈസിങ് ആൻഡ് പ്ലേസ് ആണ്. മൂന്നാമത്തെ പി നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് പ്രൈസ്, രണ്ടാമത്തേത് പ്രൊഡക്റ്റ്, മൂന്നാമത്തത് പ്ലേസ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥലം, PLAC, പ്ലേസ്. ഇവിടെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സാണ് ഇവിടെ വരിക. Place refers to physical distribution and the stores where the goods are available. Market should see to it that the goods are available at the convenient place and that too at the right time when the buyers need it. ഭയങ്കര പരസ്യം കൊടുക്കും, ഭയങ്കര ഗുണങ്ങളാണ്, ഭയങ്കര നേട്ടങ്ങളാണ്, ഭയങ്കര വിലക്കുറവാണ്, പക്ഷെ സാധനം കിട്ടാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അവൈലബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്, ദാറ്റ് മീൻസ് ദ പ്ലേസ് വിച്ച് ഈസ് മോർ ഫേവറബിൾ, മോർ അപ്രോച്ചബിൾ, മോർ റീച്ചബിൾ ടു ദ ബയർ ഷുഡ് ബി arranged by the team. അങ്ങനെ വേണം, അല്ലെ? ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിന്റെ വിപുലീകരണത്തിനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടി വലിയ ഒരു സ്വാധീനം പരസ്യം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് അഡ്വർടൈസിങ് ഹെൽപ്പ് ഇൻ എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റ് എക്സ്പാൻഷൻ. ഓർത്തിരിക്കുക, ഒന്നാമത്തത് പ്രൊഡക്റ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. രണ്ടാമത്തത് പ്രൈസ്, കൺവിക്ഷൻ ആൻഡ് പെർസുവേഷൻ. മൂന്നാമത്തത് പ്ലേസ്, എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റ് എക്സ്പാൻഷൻ. നാലാമത്തത് അഡ്വർടൈസിങ് ആൻഡ് പ്രൊമോഷൻ. പ്രൊമോഷൻ എങ്ങനെ നമ്മൾ നടത്തുക? എങ്ങനെ നമ്മൾ പ്രൊമോഷൻ? പബ്ലിസിറ്റി തന്നെ, അഡ്വർടൈസിങ് തന്നെ ഒരു പ്രൊമോഷണൽ മെറ്റീരിയലാണ്. അപ്പം നമ്മൾ സാധാരണ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അഡ്വർടൈസിങ് നമ്മൾ നടത്തും, പരസ്യം നമ്മൾ നടത്തും, അല്ലെ? പബ്ലിസിറ്റി നമ്മൾ കൊടുക്കും, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ടാവും, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് നമ്മൾ നടത്തും, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് നമ്മൾ നടത്തും. അങ്ങനെയാണ് ചെയ്യുക. നിലവിൽ ഈ പറയുന്ന ബിസിനസ് എന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എവരി സെല്ലർ നീഡ്സ് എഫക്റ്റീവ് പ്രൊമോഷൻ ടു സർവൈവ് ആൻഡ് സക്സീഡ് ഇൻ ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് ബിസിനസ് വേൾഡ്. ഓരോ വ്യാപാരിയും വലിയ ഒരു മത്സരം നേരിടുന്നുണ്ട്, വലിയൊരു മത്സരം നേരിടുന്നുണ്ട് അവന്റെ പ്രൊഡക്റ്റിനെ വിപണിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അഡ്വർടൈസ്മെന്റിന് ഈ പറയുന്ന ഈ പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ സെല്ലറുടെ ക്ലെയിമിനെ കൺവിൻസ് ചെയ്ത് നിർത്താൻ പറ്റുക, കൗണ്ടർ ക്ലെയിമിനെ, കോമ്പറ്റീറ്ററുടെ ക്ലെയിമിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എഫക്റ്റീവ് അഡ്വർടൈസ്മെന്റ് വഴി കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ട് പറ്റും, ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് ലോയലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടി. അതായത് അഡ്വർടൈസിംഗ് ക്യാൻ പ്ലേ a significant role to put forward the claim of seller. It also can be conducted to counter the claims of the competitor. Then, through the effective advertising process, sellers can face competition. They can arrange or manage a situation, help to develop brand image and brand loyalty. പ്രധാനപ്പെട്ട 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഇവിടെ നമ്മൾ തീർക്കുകയാണ്.
ഒന്നാമത്തേത് പ്രൊഡക്റ്റ്, രണ്ടാമത്തേത് പ്ലേസ്, മൂന്നാമത്തെ പ്രൊമോഷൻ, നാലാമത്തേത് പ്രൈസ്. ഒന്നാമത്തെ നമുക്കറിയാം പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുത്തി ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, പ്രൈസുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും നമ്മൾ കണ്ടത് ഏതാണ്? പ്രധാനമായും നമ്മൾ കണ്ടത് ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഒന്നാമത്തേൽ കണ്ടു. രണ്ടാമത്തേതിൽ നമ്മൾ കൺവിക്ഷൻ ആൻഡ് പെർസുവേഷൻ, മൂന്നാമത്തെ എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റ് എക്സ്പാൻഷൻ, പ്ലേസ്. നാലാമത്തെ നമ്മൾ കാണുന്നത് ബ്രാൻഡ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ലോയലിറ്റി. അപ്പോ ഈ ട്രഡീഷണൽ 4 പീസിനോട് ചേർന്ന് 2-3 എണ്ണം കൂടി 3 പീസ് കൂടി നമ്മൾ കാണുകയാണ്. ഒന്ന് അഡ്വർടൈസിങ് ആൻഡ് പേസ്, PACE, പേസ്. പേസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻ മാർക്കറ്റിംഗ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ വിപണന മേഖലയിൽ ഉണ്ടാക്കുന്ന വേഗം, ജ്വരത, അതിനാണ് നമ്മൾ പേസ് എന്ന് പറയുന്നത്. പേസ് റെഫേഴ്സ് ടു ദ സ്പീഡ് ഇൻ മാർക്കറ്റിംഗ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അതാണ് പേസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെടുത്തി ഈ മാർക്കറ്റിംഗിന്റെ വേഗം കൂട്ടാൻ വേണ്ടി, മാർക്കറ്റിംഗിന് ഒരു തീരുമാനം ഉണ്ടാക്കി അതിന്റെ ഒരു കർമ്മപദത്തിലേക്ക്, പ്രവൃത്തി പദത്തിലേക്ക്, വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പരസ്യത്തിന് വലിയൊരു റോളുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് among other things the launch of new products or brand variations at greater speed than before. ഇല്ലേ? ആണ്. ഒരു പുതിയ പ്രൊഡക്റ്റിനെ നമ്മൾ കൊണ്ടുവന്ന് വിപണിയിൽ ഇറക്കാൻ വേണ്ടി അതിന് വലിയൊരു തയ്യാറെടുപ്പുകൾ വേണം. ആ തയ്യാറെടുപ്പുകളൊന്നും നടത്തി വെറുതെ വേസ്റ്റ് ആയി പോയാൽ പോരാ, അത്ര ശീഘ്രം അത് കൊണ്ടുവരാനായിട്ട് കഴിയണം. അല്ലേ? When a new brands are launched, advertising plays an important role of informing, educating, persuading the customers to buy the product. പുതിയ ഒരു ഉൽപ്പന്നം ഇറങ്ങുന്ന സമയത്ത് അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ആളുകളെ അറിയിക്കണം, അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ആളുകളെ കൺവിൻസ് ചെയ്യിക്കണം, അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കണം, അതിന്റെ നേട്ടങ്ങൾ ഉപയോഗിക്കാൻ ആളുകളെ നമ്മൾ പെർസ്യൂ ചെയ്യണം. അങ്ങനെ ഉൽപ്പന്നം വാങ്ങാനുള്ള സാധ്യതയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഉൽപ്പന്നം ഉണ്ടാക്കി വെക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതുണ്ടാക്കുന്ന മാർക്കറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നതിനും അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതും വലിയൊരു വേഗം കൂട്ടുക എന്നുള്ളതാണ് അഡ്വർടൈസിംഗ് ആൻഡ് പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. PACE, പേസ്. ഓക്കെ. Then next one, advertising and packaging. Packaging നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ, അല്ലെ, അത് മൂവ് ചെയ്യുന്ന സമയത്ത്, ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാക്കേജ് ചെയ്യുക. നല്ല ഭംഗിയായി കമനീയമായി നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കും. ക്വാളിറ്റി കുറയാതെ പോകണം, ക്വാണ്ടിറ്റി കുറയാതെ പോകണം, അതാണ് ലക്ഷ്യം. The main purpose of packaging is protection of the product during transit and preservation of quality and quantity. ഇപ്പോഴത്തേന് നമുക്കറിയാം, നമ്മളെ കമനീയമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം, അല്ലെ, ആകർഷണീയത ഉണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും. ചായക്കടകളില് ചില്ലലമാരയിൽ പലഹാരങ്ങൾ വെച്ച് വെറുതെ വാരി വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങണം എന്ന് തോന്നുന്നു. ചില്ലലമാരയിൽ വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗിന്റെ ട്രെൻഡാണ്. അപ്പം ബേക്കറികളൊക്കെ നമുക്കറിയാം, അലങ്കരിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുക, ഡെക്കറേറ്റഡ് ആണ്. അപ്പൊ നമ്മളെ ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ്, അങ്ങനെയാണ് അല്ലേ? അപ്പം കേക്ക് വെറുതെ ഉണ്ടാക്കി ഒരു മേശപ്പുറത്ത് ചുമ്മാ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങും. പക്ഷെ അവരുടെ ആ ഗ്ലാസിനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ട്, LED ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും, ഇപ്പൊ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ ഇപ്പൊ ബൊമ്മകളെ അണിയിച്ച് നിർത്തി ഭയങ്കരമായി വഴിയെ പോകുന്ന സമയത്താണ് ഭയങ്കര മാച്ചിങ് ആയ ചുരിദാർ, മാച്ചിങ് ആയ മുണ്ടും ഷർട്ടും നമ്മൾ അറിയാതെ തന്നെ നിർത്തി, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇട്ടത് കിട്ടാനുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച് വാങ്ങും. അതുപോലെ തന്നെ ഒരു കമനീയമായുള്ള പൊതിഞ്ഞ് വരുന്നതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. പാക്കേജിങ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുക്കുന്നത് അട്രാക്റ്റീവ് പാക്കേജിന് വേണ്ടിയാണ്. അപ്പൊ ഒരു അഡ്വർടൈസിങ് വാല്യൂ ഈ പാക്കേജിങ്ങിനകത്ത് ഉണ്ട്. ഈ പൊതിഞ്ഞു വരവിനകത്ത് ഒരു അട്രാക്റ്റിംഗ് വാല്യൂ, അഡ്വർടൈസിംഗ് വാല്യൂ അതിനകത്തുണ്ട്. എ ക്രിയേറ്റീവ്ലി ഡിസൈൻ പാക്കേജ് അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമറുടെ അറ്റൻഷനെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു എഫർട്ട് അതിനകത്തുണ്ട്. ഇറ്റ് ഓൾസോ ക്യാരീസ് ആൻ അഷുറൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ടു ബൈ ദ പ്രൊഡക്റ്റ്. സൂപ്പർ സാധനം, ടൗണിൽ വാരി വലിച്ചിട്ട് വിൽക്കുക, നമുക്ക് എന്ത് തോന്നും? പക്ഷെ ഇതേ സാധനം ഭയങ്കര ഭംഗിയാക്കി നല്ല സീൽഡ് ആയിട്ടുള്ള ഒരു കവറിലൊക്കെ ഇട്ട് ഭംഗിയാക്കി ഒരു സൂപ്പർ കവറിനകത്തിട്ട് നമുക്ക് തരും. നല്ലൊരു പാക്കേജ് ഉണ്ട്. ഏത് നമ്മൾ വാങ്ങും? ഒന്നാമത്തെ സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിശ്വസ്തതയല്ല, ഒന്നാമത്തെ സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബ്രാൻഡ് ഇമേജ് അല്ല, ഒന്നാമത്തെ സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബ്രാൻഡ് ലോയലിറ്റി അല്ല, കടയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് പോയിന്റ്, അഡ്വർടൈസിങ് ആൻഡ് പൊസിഷനിങ്.
നിങ്ങൾ കേൾക്കുന്ന പുതിയൊരു വാക്കായിരിക്കാം പൊസിഷനിങ് എന്ന് പറയുക. Product positioning aims at creating and maintaining a distinct image of the brands in the minds of the customers. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ചില ഉൽപ്പന്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന്റെ ഫിസിക്കൽ പ്രസൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വരും, ഇല്ലേ? ചാടി വരും. അപ്പൊ അതേപോലെ തന്നെ ഈ ഉൽപ്പന്നത്തെ കസ്റ്റമറുടെ മനസ്സിലേക്ക് പൊസിഷൻ ചെയ്യാൻ നമുക്ക് കഴിയും. അത് ബ്രാൻഡിങ് പ്രോസസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഇമേജ് ഐഡന്റിറ്റി. അതാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി പരസ്യം നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ മനസ്സിൽ, കസ്റ്റമറുടെ മനസ്സിലേക്ക് ഈ സാധനം കൊണ്ടുപോയി വെക്കും, മനസ്സിൽ കൊണ്ടുപോയി വെക്കും. പുറത്ത് കണ്ടാൽ മാത്രമല്ല തോന്നുന്നത്, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവും. അപ്പൊ മേടിക്കാൻ പോകുമ്പോൾ ഈ സാധനം മേടിക്കും. ത്രൂ അഡ്വർടൈസിംഗ് ദ മാർക്കറ്റർ ക്യാൻ കൺവേ ദ പൊസിഷനിങ് ഓഫ് ദി ബ്രാൻഡ് ആൻഡ് അക്കോർഡിംഗ്ലി ക്യാൻ ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ഡിസിഷൻ ഓഫ് ദി ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതാണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ട്രഡീഷണലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 P's: ദ പ്രൊഡക്റ്റ്, ദ പ്രൈസ്, ദ പ്ലേസ് ആൻഡ് ഏതാണ്? പ്രൊമോഷൻ. ഇത് കൂടാതെ the base, packaging and positioning also we specified there. All these variables are associated with advertising. എല്ലാ വേരിയബിളും അഡ്വർടൈസിംഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഓരോ വേരിയബിളിനെ എങ്ങനെയാണ് പരസ്യം സ്വാധീനിക്കുന്നത്? പ്രൊഡക്റ്റ് by informing and educating, price by conviction and persuasion, place effective distribution and market expansion, promotion brand image and brand loyalty development. Yes, pace persuade the customers to buy the product. അങ്ങനെ ഓരോന്നിലേക്കും ചേർന്ന് നമ്മൾ നിൽക്കുന്നു. മാർക്കറ്റിംഗ് മിക്സും, how the marketing mix associated with advertising. There you should specify the 4 P's of marketing variables or marketing variables, the 4 P's, then addition that can be taken as the traditional one, then add 3 more. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുക കേട്ടോ. ഓക്കെ,